ഇന്ന് പുതിയ പാത്രങ്ങളും കൊണ്ടാണ് കേട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. അപ്പോൾ പുതിയ പാത്രങ്ങൾ കിട്ടിയപ്പോഴേ ഒരു സ്വീറ്റ് റെസിപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ 3 പാത്രങ്ങളും ഒരു കോംബോ കിറ്റാണ്. നമ്മളെ ഇൻഡസ് വാലിയത്തെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ റസീന 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ പിന്നെ ഓൺ ഓഫറൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല വില കുറവിൽ കിട്ടും. ഇത് 3ഉം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു കോംബോ കിറ്റാണ്. അപ്പോൾ ഇതൊക്കെ സീസണിങ് കഴിഞ്ഞ് വരുന്ന പാത്രങ്ങളായതുകൊണ്ട് നമുക്ക് ഒരുപാട് വാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ സോസ് പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് ഒരു കടായിയാണ്. ആ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് സാബൂനരി എന്നാട്ടോ ഞങ്ങൾ പറയല്. സാബൂനരി ചൊവ്വരി എന്നൊക്കെ പറയല്ലോ. അതൊരു 10 മിനിറ്റ് നേരം ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്. അത് ആ കടായിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെക്കാം. ചെറിയ അടുപ്പേക്ക് മാറ്റി വെക്കാം. ഈ അടുപ്പിൽ നമുക്ക് നമ്മളെ ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ പാൽവാഴക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പലരും പല രീതിയിലാവും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഇതാട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ആ ഒരു പാനിലേക്ക് തന്നെ ഒരു 2-3 പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുമായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. അപ്പോൾ പഴം വാട്ടിയെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ച് പിന്നെ നമ്മളിപ്പോൾ ചൊവ്വരി അടുപ്പത്ത് വെച്ചിനല്ലേ അപ്പുറത്തെ അടുപ്പിൽ, അത് ഈ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ പാല് തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് ഇത് അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിനല്ലോ അതേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ പഴം വാട്ടിയത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിന് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചെറിയ ബൗൾക്ക് നമ്മളെ പാൽവാഴക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ടൈറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി. അപ്പം എൻ്റെ ഐഫക്കുട്ടി ഇത് അത് കുടിക്കാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഇത് 1 സ്പൂൺ കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി പറഞ്ഞു. പക്ഷേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും കടിക്കാൻ പറ്റില്ല കേട്ടോ. അത് എടുത്ത് എറിയും.